ജൂബിലി വർഷത്തിന്റെ ഭാഗമായി വിശുദ്ധ പൗലോസ്ലീഹായുടെ ബസിലിക്കയിലും വിശുദ്ധ വാതിൽ തുറന്നതോടെ റോമിൽ പ്രഖ്യാപിച്ച 5 വിശുദ്ധ വാതിലുകളും തുറന്നു. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 2025 വർഷങ്ങൾ ആഘോഷിക്കുന്ന ജൂബിലി വേളയിൽ റോമിലെ 4 ബസിലിക്കകളിൽ ഒന്നായ വിശുദ്ധ പൗലോസിന്റെ ദേവാലയത്തിലാണ് അവസാനമായി ജൂബിലി വാതിൽ തുറന്നത്. ഇതോടെ പ്രധാന 4 ബസിലിക്കകളിലും വിശുദ്ധ വാതിലിലൂടെയുള്ള ജൂബിലി തീർത്ഥാടനത്തിന് ആരംഭമായി. വിശുദ്ധ പൗലോസ്ലീഹായുടെ ബസിലിക്കയിൽ വിശുദ്ധ വാതിൽ തുറക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ ജെയിംസ് മൈക്കൽ ഹാർവി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യൻ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്തുനിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെയാണ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. വിശ്വാസ ജീവിതത്തിൽ പാദമുറപ്പിച്ചുകൊണ്ട് ആത്മീയ തീർത്ഥാടനം നടത്തുവാൻ ഈ ജൂബിലി അവസരമൊരുക്കട്ടെയെന്ന് കർദിനാൾ ആശംസിച്ചു. ജനനം നമുക്ക് രക്ഷ നൽകുന്നതും നമ്മിൽ പ്രത്യാശ ജനിപ്പിക്കുന്നതുമാണെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. വിശുദ്ധ വാതിൽ തുറക്കുന്നത് ക്രിസ്തുവിലൂടെ തുറക്കപ്പെട്ട രക്ഷാമാർഗത്തിന്റെ അടയാളമാണെന്നും ഇത് അനുരഞ്ജനത്തിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുന്നതാണെന്നും അദ്ദേഹം സന്ദേശത്തിൽ അടിവരയിട്ടു. ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു. സ്പേസ് നോൺ കോൺഫൂന്തിന്ത് എന്ന ഔദ്യോഗിക രേഖ വഴി ഫ്രാൻസിസ് പാപ്പ നൽകിയ നിർദ്ദേശമനുസരിച്ച് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക, റോമിൽ തന്നെയുള്ള വിശുദ്ധ ജോൺ ലാറ്ററൻ ബസിലിക്ക, മേരി മേജർ ബസിലിക്ക എന്നിവിടങ്ങളിലും സഭയുടെ ചരിത്രത്തിലാദ്യമായി റബീബിയ ജയിലിലും വിശുദ്ധ വാതിൽ തുറന്നിരുന്നു. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ വിശുദ്ധ വാതിൽ ഫ്രാൻസിസ് പാപ്പ തുറന്നതോടെയാണ് ജൂബിലി വർഷത്തിന് ആരംഭം കുറിച്ചത്. റബീബിയ ജയിലിലും ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ വാതിൽ തുറന്നപ്പോൾ മറ്റിടങ്ങളിൽ നിയോഗിക്കപ്പെട്ട കർദിനാൾമാരായിരുന്നു ജൂബിലി വാതിൽ തുറന്നത്. ജൂബിലി വർഷത്തിലെ ഏറെ ശ്രദ്ധേയവും ആകർഷണീയവുമായ ചടങ്ങ് റോമിലെ മേജർ ബസിലിക്കകളിൽ പ്രത്യേകമായ വിശുദ്ധ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. ഇത്തരം വിശുദ്ധ വാതിൽ തുറക്കുക എന്ന ചടങ്ങ് ജൂബിലി വർഷവുമായി ബന്ധിക്കപ്പെട്ടത് നിക്കോളാസ് 5-ാമൻ പാപ്പയുടെ കാലത്ത്, അതായത് 1445-1447 കാലഘട്ടത്തിലാണ്. ഇടുങ്ങിയ വാതിലിലൂടെ രക്ഷയിൽ പ്രവേശിക്കുകയെന്ന ഒരു സുവിശേഷ ചിന്തയാണ് വിശുദ്ധ വാതിൽ എന്ന യാഥാർത്ഥ്യത്തിന് പിന്നിൽ നമുക്ക് കാണാനാകുക. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തെ കേന്ദ്രീകരിച്ചുള്ള ചിന്തയാണ് വിശുദ്ധ വാതിൽ കടന്നെത്തുന്ന വിശ്വാസിയുടെ ഹൃദയത്തിൽ തെളിയേണ്ടത്. വിശുദ്ധ വാതിലിലൂടെ പ്രവേശിച്ച് സഭയുടെ പൊതുമാനദണ്ഡങ്ങൾ കൂടി പാലിച്ചാൽ ദണ്ഡവിമോചനം സ്വീകരിക്കുവാൻ സാധിക്കുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട്.